ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശമാവ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു തവണ ദോശമാവ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും അപ്ലൈ ചെയ്യുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ പോകണം. അതിന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുള്ള തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ദോശമാവ് കുറച്ചെടുത്തിട്ട് ഒരു കപ്പിൽ അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു കപ്പിൽ നമ്മൾ ടാബ്ലറ്റ് ടൈപ്പിൽ നമുക്ക് കിട്ടുന്ന ഷീറ്റ് മാസ്ക് ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജിയിൽ അത് പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. പതഞ്ഞു പൊങ്ങിയ ദോശമാവും ഉയർന്നു വന്ന ഷീറ്റ് മാസ്കും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ടാബ്ലറ്റ് ടൈപ്പിൽ നമുക്ക് കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷീറ്റ് മാസ്ക് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ അത് നന്നായിട്ട് പിഴിയണം കേട്ടോ. വെള്ളം ഇല്ലാണ്ട് നമുക്ക് ദോശമാവിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ദോശമാവിൽ നന്നായിട്ട് കുതിർത്ത് റെഡിയാക്കി വെക്കുക. കുതിർത്ത് വെക്കണമെന്നൊന്നുമില്ല, നന്നായിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഷീറ്റ് മാസ്കിലേക്ക് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് ദോശമാവ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ഷീറ്റ് മാസ്കിലുള്ളത് മാത്രമല്ലേ നമ്മൾ ഫേസിലോട്ട് വരുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഫേസിൽ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അധികമായിട്ടങ്ങ് ഉണങ്ങി പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷീറ്റ് മാസ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് മാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അധികമായിട്ട് അങ്ങ് ഉണങ്ങിപ്പോവാണ്ട്. ഞാനിത് ചെയ്യുന്ന കണ്ടിട്ട് കാണാൻ വന്ന് നിൽക്കുന്ന ആളാണ് കേട്ടോ ഇത്. എന്താ പറയല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ സംഭവം നമ്മളിവിടെ മിക്സ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് അപ്ലൈ ചെയ്യാൻ വേണ്ടു. നമുക്ക് ഈ ഷീറ്റ് മാസ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കഴുകാനും കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം. നമ്മുടെ ഫേസിലൊന്നും തന്നെ ഉണ്ടാവരുത് കേട്ടോ. ഓൾറെഡി ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ വന്നിട്ടാണല്ലോ ദോശമാവ് പറഞ്ഞു പൊന്തുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഫേസിലുള്ള വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ കൂടെ പിന്നെ ഒരു റിയാക്ഷൻ വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. എന്നിട്ട് ഇത് നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം തുടച്ച് അങ്ങനെ ഡ്രൈ ആക്കണമെന്നൊന്നുമില്ല. കുറച്ച് വെള്ളം പോലെ ഇരുന്നാലും യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ നിവർത്തി കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഷീറ്റ് മാസ്ക് വലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെടുത്ത് മൂക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, അത് നിവർത്തിയെടുക്കുക അതിൻ്റെ അകത്ത് നിന്നിട്ടും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ വെക്കുമ്പോൾ തന്നെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നന്നായിട്ട് നിവർത്തിയെടുക്കുക, എന്നിട്ട് നന്നായിട്ട് വലിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തോടും അല്ലെങ്കിൽ ബബിൾ പോലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം എത്താണ്ടായി പോവും. നമ്മുടെ ഫേസ് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ നമ്മളെ പോളയിലേക്കും കൂടെ വെക്കാനുള്ളതുണ്ടാവും. പക്ഷേ കണ്ണിലേക്കൊക്കെ ഒന്ന് ആവാണ്ട് നിൽക്കണം കേട്ടോ. എന്തിനാലും നമ്മൾ കണ്ണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഇത് കണ്ടിട്ടോ അല്ലാതെയോ ആരെങ്കിലും ദോശമാവ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തിനാലും പതഞ്ഞു പൊങ്ങിയ ദോശമാവാണല്ലോ. അപ്പോൾ നമ്മുടെ ഫേസിലും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ട് നമുക്കൊരു ഇതുണ്ടാവും. അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ടങ്ങ് ഉണങ്ങിപ്പോയിട്ടില്ല. ഈ ഒരു ഈർപ്പം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് വേണ്ടത് അത് അബ്സോർബ് ചെയ്തോളും. നന്നായിട്ട് ഉണങ്ങിപ്പോയാലേ അത് അബ്സോർബ് ആവുമെന്നൊന്നുമില്ല. നമുക്ക് സ്കിന്നിന് വേണ്ടത് അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എടുത്തതിന് ശേഷം ചെറിയ നൈസായിട്ടുള്ള തരി പോലെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. നല്ല തരികൾ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യണമെന്ന് പലരും പറയുന്നുണ്ട്. അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം തരിയുള്ളത് അധികം സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക. നൈസായിട്ടുള്ള പൊടികൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഈ ദോശമാവിൽ കുറച്ച് തരികളുണ്ട്. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഇങ്ങനത്തെ ദോശമാവ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അധികം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ അധികം ആവുമെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ സമയം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, നമ്മൾ തഴമ്പ് പോലെയൊക്കെ വരുമെന്നൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ.
ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് നമുക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ടുള്ളൊരു ഇതാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ഇത് ബ്രൈറ്റ് ആയ പോലെ തോന്നും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയതുപോലെ ഉണ്ടാവും നമ്മുടെ സ്കിന്ന്. നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടും അതേപോലെ കുറച്ച് ബ്രൈറ്റ് ആക്കിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ദോശമാവ് എന്ന് പറയുന്നത്. ദോശമാവ് എന്ന് പറയുമ്പം എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും കാണാം. ബൈ.